ഊട്ടിയിൽ മാത്രമല്ല തൃശൂരിലുമുണ്ട് പുഷ്പമേള. തൃശൂർ ശക്തൻ ഗ്രൗണ്ടിലാണ് വിദേശികളും സ്വദേശികളുമായ പലതരം പുഷ്പങ്ങളും ഫലവൃക്ഷങ്ങളും ബോൺസായികളുടെയും മേള. ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന പുഷ്പമേളയുടെ കാഴ്ചകൾ. മേള കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുകയാണ്. റോസുകൾ പലവിധം, കള്ളിമുൾച്ചെടികൾ, അങ്ങനെ കേട്ടതും കേൾക്കാത്തതുമായ നൂറുകണക്കിന് പൂക്കൾ. കുട്ടികളുടെ മനം നിറയ്ക്കാൻ പൂക്കൾ കൊണ്ട് തീർത്ത മനോഹര രൂപങ്ങൾ. പൂക്കൾ മാത്രമല്ല, ചന്തമേറും ബോൺസായികളും ഉണ്ട് മേളയിൽ. വ്യത്യസ്ത രൂപങ്ങൾ കോർത്തിണക്കിയാണ് കുഞ്ഞൻ മരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല എൻട്രൻസിന് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കോട്ടയത്താണ് സ്ഥലം. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചേച്ചിയുടെ വന്നതാണ്. കൊള്ളാം. ഇതെല്ലാം ഉണ്ടെങ്കിലും മേളയുടെ മുഖ്യ ആകർഷണം മറ്റൊന്നാണ്. ആദ്യ കാഴ്ചയിൽ വെറും നൂലാണെന്ന് തോന്നുമെങ്കിലും സംഗതി വെറും നൂലല്ല. മുന്നൂറ്റൻപതോളം വെറൈറ്റി പുഷ്പങ്ങളും ഫലവൃക്ഷ തൈകളൊക്കെ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. ഇത് വിദേശത്തു നിന്നും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഞങ്ങൾ ഭാരവാഹികൾ നേരിട്ട് പോയി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന പുഷ്പങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ശക്തൻ ഗ്രൗണ്ടിനെ സുഗന്ധത്താലും വർണ്ണക്കാഴ്ചയാലും കീഴടക്കിയ തൃശൂർ പുഷ്പമേള ഈ മാസം 22 വരെ കാണാം. മീഡിയ 1 തൃശൂർ.